ഭീതിയൊഴിഞ്ഞ് അമൃത്സറും പത്താൻകോട്ടും സാധാരണ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. ആശങ്കയിലും ഭീതിയിലും നഷ്ടത്തിലായ ടൂറിസം മേഖലയെ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെയുള്ള കച്ചവടക്കാർ. ജനങ്ങളുടെ സഹകരണത്തിന് അമൃത്സർ ജില്ലാ ഭരണകൂടം നന്ദി അറിയിച്ചു. വെടിനിർത്തൽ കരാറിന് പിന്നാലെയും പഞ്ചാബിൽ കഴിഞ്ഞ ദിവസം ആശങ്കയുടെ രാത്രിയായിരുന്നു. സാധാരണ നിലയിലേക്കെത്തിയ ജനജീവിതം പെട്ടെന്നാണ് മാറിയത്. അമൃത്സറിൽ റെഡ് അലേർട്ട് മുഴങ്ങി. പത്താൻകോട്ടും ഗുരുദാസ്പൂരിലും ഫിറോസ്പൂരിലും ജലന്ധറിലും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട്. വീട്ടിൽ തന്നെ തുടരണമെന്ന് പുലർച്ചെയോടെ വീണ്ടും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഒടുവിൽ 8 മണിയോടെ നിർദ്ദേശങ്ങൾ പിൻവലിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പിന്നാലെ നഗരങ്ങൾ സജീവമായി തുടങ്ങി. നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പഞ്ചാബിലെ ടൂറിസം മേഖല ആകെ നഷ്ടത്തിലാണ്. അത് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കച്ചവടക്കാർ. बिजनेस तो बहुत कम हो गया, मतलब 10% भी नहीं है। काम ही नहीं, हाँ सिचुएशन में बहुत मुश्किल है। काम तो है नहीं क्योंकि बाहर से टूरिस्ट आ नहीं रहा, लोकल भी है वो भी अपने घर से नहीं निकल रहे हैं, तो मुश्किल तो है ही काम करना। पब्लिक आएगी काम चलेगा सबका, पब्लिक इतनी है नहीं, आनी चाहिए पब्लिक आएगी ताकि काम चलेगा सबका। क्या करें, मुँह सारा खराब हो रहा है हर तरफ से। വെടിനിർത്തലിന് പിന്നാലെയും പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിൽ ആശങ്കയുമുണ്ട്. अभी 2-4 दिन हो गए, देखो माहौल पूरा खराब है। हम काम से करते हैं, वेले फिरते हैं, अभी मतलब काम नहीं मिलता, नहीं ना काम, हमारे लिए ज़्यादा मुश्किल आ रही है। पहले तो उन्होंने सीज पार का उल्लंघन करा, उसके लिए हमको बड़ा दुख लगा। ऐसे नहीं करना चाहिए पाकिस्तान को। तो हमारे चेहरे पर रौनक आई थी थोड़ा, जो जब मर जावेल। പത്താൻകോട്ട്, ഫിറോസ്പൂർ, തരൻതരൻ ഉൾപ്പെടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബിലെ ജില്ലകളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറി. എങ്കിലും പടക്കം പൊട്ടിക്കുകയോ ഡ്രോണുകൾ പറത്തുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തുടരെ ഉണ്ടായ ഷെല്ലാക്രമണത്തിന്റെയും ഡ്രോണാക്രമണത്തിന്റെയും ആശങ്കയിലായിരുന്നു പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങൾ. സൈന്യം ശക്തമായി പ്രതിരോധം തീർത്തതുകൊണ്ട് മാത്രം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇരു രാജ്യങ്ങളും വെടിനിർത്തലുമായി മുന്നോട്ട് പോകുമ്പോൾ പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങൾക്ക് ഇനി ആശ്വസിക്കാം. അമൃത്സറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. അമൃത്സറിൽ നിന്ന് വിനീത വിജി തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനീത, അമൃത്സറിലുമൊക്കെ പഞ്ചാബ് അതിർത്തിയിലൊക്കെ ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ഇന്നലെ ഈ ധാരണ രൂപപ്പെട്ടതിന് ശേഷവും പാക് പ്രകോപനം തുടർന്നതിന് പിന്നാലെ ഇന്നത്തെ ദിനത്തിൻ്റെ ഒരു ആദ്യ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് രാവിലെയൊക്കെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ റെഡ് അലേർട്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വന്നു. ജാഗ്രതയുടെ ഭാഗമായിട്ടുള്ള നടപടിയാണ്. എങ്കിൽ കൂടി ഈ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവിടെയുള്ളവർ വളരെ വേഗത്തിലെത്തുന്നുണ്ടോ വിനീത? തീർച്ചയായും ടി കെ, ജനജീവിതം പൂർണ്ണമായും പഴയ രീതിയിലേക്ക് ഇങ്ങനെ മാറുകയാണ്. കൂടുതൽ സജീവമാകുന്നു, ആളുകൾ നിരത്തിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലേക്കുള്ള സുവർണ കവാടമാണ് എനിക്ക് പിന്നിലായി കാണാൻ കഴിയുന്നത്. ആ മേഖലയിലേക്ക് നമുക്ക് കാണുമ്പോൾ വലിയ രീതിയിൽ വാഹനങ്ങൾ നിരത്തുകളിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്നുണ്ട്. കൂടുതൽ ജനജീവിതം സജീവമാവുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മേഖലയിൽ നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്നടക്കം ലൈവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പൂർണ്ണമായും നിരത്തുകൾ ശൂന്യമായിരുന്നു. ഒപ്പം തന്നെ ഈ ആളുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലകളിലേക്ക് അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കടകളൊക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ മേഖലയിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിരത്തുകളൊക്കെ കൂടുതൽ സജീവമാകുന്ന കാഴ്ച തന്നെയാണ്. ആളുകൾ അവരുടെ ജോലിയിലും മറ്റും അങ്ങനെ വ്യാപൃതരാകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. രാവിലെ എന്നാൽ ചെറിയ രീതിയിലേക്കുള്ളൊരു ആശങ്ക ഞാൻ നിൽക്കുന്ന അമൃത്സറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് പുലർച്ചെ ഒരു 5 മണിയോടുകൂടി ആ മേഖലയിലേക്ക് സൈറൻ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വീണ്ടും ഒരു റെഡ് അലേർട്ട് തുടരുന്നു എന്നൊരു അറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു. ആളുകൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു ആശങ്ക വലിയ രീതിയിൽ തന്നെയാണ് ജനജീവിതത്തെ ആകെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വീടുകളിൽ തന്നെ കഴിയുകയും ചെയ്തിരുന്നു. പിന്നാലെ ഒരു 8 മണിയോടുകൂടി ആ അലേർട്ട് പിൻവലിച്ചു എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം തന്നെ പുറത്തിറക്കുകയും ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ പാലിച്ച ജനങ്ങൾക്ക് നന്ദി എന്നവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ കാണുന്നതാണ് അമൃത്സർ നഗരത്തിലെ കാഴ്ച. പൂർണ്ണമായും ഒരു പ്രതീക്ഷയുടെ ദിനങ്ങൾ ആ ദിനങ്ങളിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ രീതിയിലേക്കുള്ള ഒരു തിരക്ക് ഈ മേഖലകളിലേക്കൊക്കെ
ഒക്കെ തന്നെ ഇതിനോടകം അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കടകളൊക്കെ തന്നെ പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഭീതിയുടെ നാളുകളായിരുന്നു ഇവിടെയുള്ള ആളുകൾക്കൊക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. പെട്ടെന്നൊരു സൈറൻ മുഴങ്ങുന്നു, കടകൾ അടയ്ക്കേണ്ടി വരുന്നു, പെട്ടെന്ന് വീടുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശം വരുന്നു. അപ്പോൾ ഈ ജനജീവിതത്തെ ആകെ അത് ബാധിച്ചിട്ടുണ്ട്, ടൂറിസം മേഖലയെ ആകെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഷ്ടമായ ആ ടൂറിസം മേഖലയടക്കം തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നമുക്ക് അമൃത്സറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ടി കെ. ശരി, വിനീത വി ജി വിവരങ്ങൾ നൽകുകയായിരുന്നു.